ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അമ്മായപ്പനായിരുന്നു. കയ്യഫാവ് ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന ആ രാത്രിയിൽ പടയാളികളും ചേവകരും അവനെ ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ജനത്തിനു വേണ്ടി ഈ മനുഷ്യൻ മരിക്കും നന്ന് എന്ന് യഹൂദന്മാരെ കയ്യഫാവ് ഉപദേശിച്ചു. ഇസ്രായേൽ ജനതയുടെ മുഴുവൻ ആത്മീയ ഉന്നമനത്തിനു വേണ്ടി ദൈവം മുമ്പാകെ മധ്യസ്ഥത വഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും ദൈവം നിയോഗിച്ച മഹാപുരോഹിതനായിരുന്നു ഇദ്ദേഹം. ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് അദ്ദേഹം പ്രവചിച്ചു. അതായത് ജനങ്ങളുടെ സ്ഥാനത്ത് ഒരു മനുഷ്യൻ യാഗമാക്കപ്പെടുവാൻ പോകുന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. സർവ്വമാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു ക്രൂശിൽ യാഗമാക്കപ്പെട്ടു. നമ്മുടെ സ്ഥാനത്ത് നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നതിലൂടെ മനുഷ്യന് യഥാർത്ഥ രക്ഷ കൈവരിക്കുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ രക്ഷയെ നിരസിക്കുമ്പോൾ അവൻ സ്വർഗ കവാടത്തിൽ നിന്ന് നരകത്തിലേക്ക് പോവുകയാണെന്ന് ഇത്തരക്കാരെക്കുറിച്ച് ഒരാൾ പറഞ്ഞത് എത്ര ശരിയാണ്. വിവേകത്തോടു കൂടി ഉറച്ച തീരുമാനമെടുത്ത് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.